ഹലോ എവരിവൺ, ക്യാൻവയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഈ ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു കളർ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അപ്ലോഡിൽ പോയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പോസ്റ്ററിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അത് കളർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. അതിനുശേഷം പേജ് ക്ലിക്ക് ചെയ്യുന്നു. കളേഴ്സിൽ പോയിട്ട് നമുക്ക് കളർ ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ കളർ പിക്ക് ചെയ്യാന്നുള്ളത് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ ഗ്രേഡിയൻ്റാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത് 4ാമത്തെ സ്റ്റൈലാണ്. ഇനി എങ്ങനെയാണ് കളർ പിക്ക് ചെയ്യാന്നുള്ളത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ കളേഴ്സിൽ പോയിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അടിയിൽ കാണാം ഈ ഗ്രേഡിയൻറ്റിൽ പോയിട്ട് ഈ ഒരു പെൻസിൽ എന്ന ഈ ഒരു ഭാഗം അത് ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് എവിടെയാണ് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു കളർ നമ്മുടെ പേജിലേക്ക് ആഡ് ആവും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ചെയ്യട്ടോ. എന്നിട്ട് ഞാൻ ഒരു പേജ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ എലമെൻറ്റ്സിൽ പോയിട്ട് വൈറ്റ് ഫെയ്ഡ് എന്ന് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു പേജിൻ്റെ സെൻട്രലായിട്ട് കുറച്ച് വൈറ്റ് കളറിൽ ഇങ്ങനെ കുറച്ച് ഒരു സൈഡിൽ വേണം. ഈ ഇടത്തെ സൈഡ് ഭാഗത്ത് എനിക്ക് ഒരു ഗ്രീനിഷ് കളറും കുറച്ച് ഇപ്പുറത്തേക്ക് ഒരു ലൈറ്റ് ഗ്രീനുമാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടത്ത് ഈ ഒരു ഫെയ്ഡ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻസി ഒന്ന് കുറച്ച് ഈ ഒരു ലെവലിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈസ് വലുതാക്കിയിട്ട് ഞാനിവിടെ എങ്ങനെയാണ് വേണ്ടത് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇടത്തെ സൈഡിൽ ഗ്രീൻ കളറും വലത്തെ സൈഡിലാണ് എനിക്ക് കുറച്ച് വൈറ്റ് ഫെയ്ഡ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു സൈഡിലേക്കാണ് ഈ ഒരു വൈറ്റ് ഫെയ്ഡിനെ നീക്കി കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ ഗ്രീനാണ് കുറച്ച് അധികം ഉള്ളത്, ഈ ഒരു സൈഡിലാണ് കുറച്ച് വൈറ്റ്. ഇനി അടുത്തത് എന്താണ് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. ഈ ഒരു ലോഗോ ആണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ നമ്മുടെ 2 പേജും അടുത്തടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിച്ച് തന്നിട്ട് മറ്റേ പേജിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും. ഇനി ഈ ഒരു ലോഗോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജിലേക്ക് പോവാം. അത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പേജ് ഓപ്പൺ ആവും കേട്ടോ. അതിനുശേഷം നമ്മുടെ ലോഗോ ഇവിടെ കിടക്കുന്നുണ്ട്. ആ ഒരു ലോഗോ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഒരു കോർണറിൽ എവിടെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. നമ്മുടെ ലോഗോ വെക്കുമ്പോൾ നല്ല വലുതാക്കാതെ ഒരു മീഡിയം സൈസ് വെക്കുക. പിന്നെ നമ്മൾ നോക്കിയതിന് ശേഷം ഇനി ചെറുതാക്കണോ നോക്കിയിട്ട് ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ലീഫാണ് ആഡ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ പേജിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് ഗ്രീൻ ലീവ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഫോട്ടോസ് എന്നുള്ള ഓപ്ഷനിൽ നിന്നാണ് എടുക്കുന്നത്. ഗ്രാഫിക്സിൽ കുറച്ച് കാർട്ടൂൺ പരമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാവുക കേട്ടോ. ഫോട്ടോസിലാണ് ഒന്നുകൂടി റിയാലിറ്റി തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പം ഫോട്ടോസിൽ പോയിട്ട് ഇവിടുന്ന് ഞാൻ ഈ ഒരു നമ്മുടെ മല്ലിച്ചപ്പിൻ്റെ ഇല ഉണ്ടല്ലോ അതൊന്ന് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഇമേജിനെ ഞാൻ ചെറുതാക്കിയിട്ട് ഈ ഒരു കോർണറിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ വിസിബിളായിട്ട് മതി കേട്ടോ. അതിനുശേഷം എഫക്റ്റിൽ പോയിട്ട് 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്, ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ പോയിട്ട് നമ്മൾ ഓൾ ഇമേജ് കൊടുക്കുക. ബ്രഷ് എന്നുള്ള പറയുന്നത് നമുക്ക് അതിൻ്റെ സൈഡ് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നമുക്ക് ബ്ലർ. ഈ ബ്രഷ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എവിടെയാണ് ബ്ലർ ആവേണ്ടത് അവിടെ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ. കൊടുക്കാൻ വേണ്ടി വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അതിൽ പോയിട്ട് കുറച്ച് എമൗണ്ട് ഞാനിതാ അതിവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി അടുത്തായിട്ട് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. എന്നിട്ട് അതിനെ ഞാൻ നന്നായിട്ട് അതിൻ്റെ കുറച്ച് അടിയിലായിട്ട് വെച്ച് കൊടുക്കും. ഇതുപോലെ എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതിനൊന്ന് ചെരിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സൈസ് കറക്റ്റാക്കി കൊടുത്തു. അതിന് ഞാൻ ബ്ലർ കൊടുത്തു. മറ്റതിൻ്റെ അത്ര കൊടുക്കുന്നില്ല, അതിനേക്കാളും കുറച്ച് കുറവ് ബ്ലർ ഇതിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം സെറ്റായി. അടുത്തതായിട്ട് നമുക്ക് ഇതിൽ കാണുന്ന ഈ ഗ്രീൻ ചില്ലി, ലീവ്സ്, ലെമൺ, ഇഞ്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു PNGകളൊക്കെ ഈ ഒരു എലമെൻറ്റ്സുകളൊക്കെ ഞാൻ എവിടുന്നാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് ലെമൺ PNG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്താണ് വേണ്ടത് അതിൻ്റെ PNG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരുപാട് ഇമേജസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ലോങ് ടാപ്പ് ചെയ്താൽ അത് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡൗൺലോഡ് ആവും കേട്ടോ. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്താണ് അതിൽ കാണുന്ന ബാക്കിയുള്ള ലീവ്സും അതേപോലെ ജിഞ്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രീൻ ചില്ലിയും ഒക്കെ കേട്ടോ. അപ്പം അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി അപ്ലോഡിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഒരു PNG കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ ഈ ഒരു ലീവ്സാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയിട്ട് അത് ഈ ഒരു മുകളിൽ കോർണറിലായിട്ട്
കോർണറിലേക്ക് എത്തേണ്ട കുറച്ച് ഒരു ലെവലിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ അതൊന്ന് ഞാൻ ചെരിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എഫക്റ്റിൽ പോയിട്ട് അതിനെ ഞാനൊന്ന് ബ്ലർ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനതിനൊന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം സെയിം മെത്തേഡാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിന് ബ്ലറ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലറി ആക്കി കൊടുക്കാം. അത് നമ്മുടെ ആ ഒരു ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് ആക്കി കൊടുക്കാം. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. അതെവിടെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാതും ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആ ഗ്രീൻ ചില്ലിയും അതേപോലെ ഒരു ലെമണും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ സെറ്റായി. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു അച്ചാറിൻ്റെ ഒരു പാത്രമാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അതും ഞാൻ PNG ആക്കിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ അപ്ലോഡിൽ പോയിട്ട് ആ ഒരു ഫോട്ടോനെ ഞാനിങ്ങോട്ട് ആഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ സൈസ് ഞാനൊന്ന് എനിക്ക് വേണ്ട രൂപത്തിൽ വെച്ച് കൊടുക്കണം. നമ്മളൊരു എലമെൻറ്റ് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് നമ്മൾ ഇമാജിനേഷൻ ചെയ്തിട്ട് അത് അങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുക്കട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് വിട്ടിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അത് സെറ്റാക്കി. ഇനി ആ പാത്രത്തിന് ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇതിനെ എനിക്ക് വേണ്ട ഒരു ലെവലിലാക്കി വെച്ച് കൊടുത്തു. ഇനി അടുത്തത് ഷാഡോ കൊണ്ടുവരണം. നമ്മൾ ഈ ഒരു ഇമേജിൽ കണ്ടില്ലേ, അടിയിൽ ഒരു ഷാഡോ ഉണ്ടല്ലോ, അതേപോലെ ഒരു ഷാഡോ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് ബ്ലാക്ക് ഷാഡോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഷാഡോ സെലക്ട് ചെയ്തെടുത്തു. അതിനുശേഷം അതെനിക്ക് എവിടെയാണ് വേണ്ടതെന്നുള്ളത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. അതിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വെക്കുക കേട്ടോ. തൊട്ടടുത്ത് വെക്കരുത്, കുറച്ച് വിട്ടിട്ട്, അപ്പോഴാണ് അതൊന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് അതിന് വരുള്ളൂ. അതിനുശേഷം അതിൻ്റെ ട്രാൻസ്പെറൻസി ഞാൻ കുറച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ലെയർ ഞാനൊന്ന് അടിയിലേക്കാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു എലമെൻറ്റ്സിൻ്റെ മുകളിൽ ഈ ഒരു നാരങ്ങയുടെ ഒക്കെ ആ ഒരു ഇതിൻ്റെ മുകളിലായിട്ടാണ് ആ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ലെയർ അടിയിൽ പോയിട്ട് ഞാനൊന്ന് അടിയിലേക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ആ ഒരു ലെവലിൽ സെറ്റായി, ഒരു എഫക്റ്റ് വന്നു, അതൊന്ന് പൊങ്ങി നിൽക്കുന്ന ആ ഒരു എഫക്റ്റ് വന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ടെക്സ്റ്റുകളാണ് ആഡ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറ്റി പെൻസിലാണ് പോകുന്നത്. നമുക്കറിയാം കുറ്റി പെൻസിൽ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ഓരോ ടെക്സ്റ്റും ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓരോ ടെക്സ്റ്റും ഓരോ സൈസിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ടെക്സ്റ്റുകളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബോക്സിൽ വരുന്നു, നമ്മളിപ്പോൾ കോപ്പി ചെയ്തത് ആ ഒരു അമ്മ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അതിൻ്റെ സൈസ് ഒന്ന് വേണ്ട രീതിയിലാക്കി കൊടുക്കുന്നു. ഫോണ്ട് ഞാൻ ഈ ഒരു ഫോണ്ടിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ കളറ് ഞാൻ മെറൂൺ കളറിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് വീണ്ടും കുറ്റി പെൻസിലിൽ വരുന്നു. അടുത്ത വേർഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നൽകുന്ന എന്നുള്ള ഒരു ടെക്സ്റ്റ് അത് കോപ്പി ചെയ്യുന്നു, നമ്മുടെ പേജിലേക്ക് പോകുന്നു, ടെക്സ്റ്റ് എടുക്കുന്നു, ആഡ് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ട് നമ്മളത് കോപ്പി ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സൈസ് ഞാൻ ഈ അമ്മ എന്നുള്ളതിനേക്കാളും കുറച്ച് കുറഞ്ഞ സൈസാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഓരോ ടെക്സ്റ്റുകളായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ടെക്സ്റ്റ് അതിനേക്കാൾ കൂടാത്ത രീതിയിൽ, നല്ല കുറയാത്ത രീതിയിൽ ഒരു മീഡിയം ലെവലിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോണ്ടും അതേ സെയിം ഫോണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിനൊന്ന് കോപ്പി എടുക്കുന്നുണ്ട്. ഇനി അതേ കളറിലും സൈസിലാണ് എനിക്ക് അടുത്ത വാക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കോപ്പി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. നമുക്ക് ഇനി ആഡ് ചെയ്യുന്നതിനും കളറും ഫോണ്ടും ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. സെയിം അതേ രീതിയിലായിരിക്കും വരിക. ഈ അതേ എന്നുള്ളത് ഇവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം അതിനെ ഇത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് നീല കളറിൽ സെലക്ട് ആവും. അപ്പം നമുക്ക് ആ ഒരു അതേ എന്നുള്ളത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി. ഇനി ഈ അമ്മ എന്നുള്ളതിനെ കോപ്പി എടുക്കുന്നു. അമ്മ എന്നുള്ള അടുത്തായിട്ട് ഇതേ ഫോണ്ടിലും കളറിലും വേണ്ട അതേ വാക്കിനെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതേ രുചിയിൽ എന്ന വാക്കാണ് വേണ്ടത്. അപ്പോൾ അതിനെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിനെ കോപ്പി എടുക്കുന്നു, ക്യാൻവയിലേക്ക് പോകുന്നു, അവിടെ കൊണ്ടുവരുന്നു,
ഡബിൾ ടാപ്പ് ചെയ്യുന്നു, പേസ്റ്റ് അടിക്കുന്നു. അപ്പം ആ ഒരു സെയിം മെത്തേഡിൽ ആ ഒരു അമ്മ എന്നുള്ള അതേ സെയിം മെത്തേഡിലാണ് ഈ രുചിയിൽ എന്ന് വന്നത്. അപ്പോൾ നമുക്ക് അതിന് വീണ്ടും കളറും ഫോണ്ട് സൈസൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാനിവിടെ ഒന്ന് ഇനി എങ്ങനെയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ സെറ്റാക്കി വെച്ച് കൊടുക്കുക. അമ്മ എന്നുള്ളതിനെ കുറച്ച് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അതിൽ വേണ്ട ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അമ്മ എന്നുള്ളതും രുചിയിൽ എന്നുള്ളതും സെയിം ഫോണ്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നൽകുന്ന അതേപോലെ അതേ എന്നുള്ളതും ഞാനിതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തായിട്ട് നാടൻ അച്ചാറുകൾ എന്നുള്ളതാണ് കൊടുക്കാനുള്ളത്. നമ്മൾ നാടൻ അച്ചാറുകൾ എന്ന് കൊടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് കളർ കുറഞ്ഞ രീതിയിൽ കൊടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതും നമ്മൾ കുറച്ച് ബോൾഡ് ഫോണ്ടിലേക്ക് കൊടുത്താൽ ആ ഒരു പെർഫെക്ഷൻ കുറച്ച് കുറയും. അതുകൊണ്ടാണ് ആഡ് ബോക്സ് കൊടുക്കുന്നു, നാടൻ അച്ചാറുകൾ എന്നുള്ളത് ഇവിടെ കൊണ്ടുവരുന്നു, ഇവിടെ വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ ബോൾഡ് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാനതിനെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ടെക്സ്റ്റുകളാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടിയാണ്. നമ്മൾ കുറ്റി പെൻസിലിൽ പോയിട്ട് എന്താണോ വേണ്ടത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ അലൈൻമെൻറ്റ് ഒക്കെ മാറ്റി കൊടുക്കുക. അലൈൻമെൻറ്റ്സ് ഒക്കെ അറിയാമല്ലോ നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് കൊണ്ടുവരുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഫസ്റ്റ് അലൈൻമെൻറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പം അവിടെ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ലൈൻ സ്പേസിംഗ് ആണിത്. ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണിത്. അതിൻ്റെ ലൈൻ സ്പേസിംഗ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓർഡർ നൗ അതേപോലെ നമ്പറും ആണ് ഇവിടെ കൊണ്ടുവരാനുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഓപ്പൺ ചെയ്യുന്നു വീണ്ടും. എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നു. അതിലേക്ക് നമുക്ക് വേണ്ട നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജസ്റ്റ് 1 2 3 ആ ഒരു നമ്പർ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് എവിടെയാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഓർഡർ നൗ എന്നുള്ള ഒരു ഭാഗമാണ് സെറ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സിൽ പോയിട്ട് ഷേപ്പ് എന്ന് ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷേപ്സിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷനിൽ പോകട്ടെ. ഗ്രാഫിക്സിലല്ല, ഓൾ എന്നുള്ള ഓപ്ഷനിൽ പോയാൽ ഇങ്ങനെ ഷേപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ബ്ലാക്ക് ഷേപ്സുകൾ, അത് ചൂസ് ചെയ്യട്ടോ. അതിനുശേഷം അതിൽ നിന്ന് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനും സൈസ് കൂട്ടാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം അത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് ഞാൻ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓർഡർ നൗ എന്ന് ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിൻ്റെ അലൈൻമെൻറ്റ് ഞാനൊന്ന് ക്യാപിറ്റലാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈസൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഓർഡർ നൗ എന്നുള്ളത് ഞാൻ വൈറ്റ് കളറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ്. താങ്ക് യു.